അതിനെ കൊണ്ട് സീറ്റും വെറുതെ ആയി, വിളിക്കാനുള്ളവരെ വിളിക്കാനും ആയില്ല. എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പറയുന്നത് വെച്ചാണെങ്കിൽ ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും തെറ്റോ കുറ്റമൊക്കെ ഉണ്ടാവും. ഞാൻ വീഡിയോ എടുക്കാത്ത ഒറ്റയ്ക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ വീഡിയോ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ വീഡിയോ വരുന്നുണ്ട്. നിങ്ങളൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി കമൻ്റ് ഇടണം. പിന്നെ ഇത് ഉച്ചക്ക് എടുക്കുന്ന വീഡിയോ ആണ്. മറ്റേത് ഇതിൻ്റെ ബാക്കി രാത്രി കേട്ടോ എടുക്കുക. എന്നുവെച്ചാൽ അതിപ്പോൾ എടുത്ത് വെക്കുക ഞാൻ വീഡിയോ. അമ്മ ചെന്നാലും പരിപാടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലായിരുന്നു പരിപാടിയൊക്കെ. അവിടെയുള്ള ആളുകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സ്നേഹത്തിലല്ലേ നമ്മളോട് പെരുമാറി വന്നത്. അതൊക്കെ നമ്മുടെ പിന്നെ അതൊന്നും എല്ലാം കാണിച്ചില്ലല്ലോ. ഫുഡൊക്കെ പോലെ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ വന്നത് ബുദ്ധിമുട്ടായോ അവർക്കൊക്കെ? ഇല്ലല്ല, അവർക്ക് ബുദ്ധിമുട്ടായി തോന്നിയില്ലല്ലോ. സന്തോഷമല്ലേ തോന്നിയവർക്ക്. അല്ല ഇവിടുന്ന് പാടും കേട്ടോ, വണ്ടിയിലൊന്നും വരാനല്ലല്ല ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചു ബുദ്ധിമുട്ടായിട്ടു, പക്ഷെ ആ വണ്ടിയിലായിട്ടായിരിക്കും. വണ്ടി അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. മോനൂസിന് അതിനെ കൂട്ടിയേനു. നീ എന്തിനാ സ്കൂളിൽ പോവാണ്ട് വരാൻ പറ്റൂലേ? ഒരു താതാൻ കൂട്ടാനല്ലേ, അവനല്ലാണ്ട് വേറെ ആരാ വരാളില്ലേ? പറ. ഓന് കുറവാന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട്. ഉമ്മച്ചി ആദ്യമായിട്ടല്ലേ ഞാൻ വീഡിയോ എടുത്തിട്ട്. വർത്താനം പറയാൻ ആണ്. പറ എങ്ങനെ ഉണ്ടായി? അടിപൊളിയോ? എന്താ അടിപൊളി പരിപാടി? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? രസം ഉണ്ടായിനോ? ഇവിടുത്തെ അടുത്ത തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ടേസ്റ്റിന്? ഒരു വ്യത്യാസമല്ല. ബിരിയാണി അങ്ങനെ ഉണ്ടായി? ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഈ മന്തി ഞാൻ സത്യം പറയാം, ഇത് കോഴിക്ക് മസാല ഒക്കെ വരട്ടിയാനാ, മറ്റേ മസാല തേച്ച് കൊടുത്തത്. പിന്നെ അതേപോലെ ഇവർക്ക് എന്തൊക്കെയോ ചടങ്ങാ. എന്നുവെച്ചാണെങ്കിൽ ഇറങ്ങുമ്പോ സാധനം കൊണ്ടുവരരുത്. അല്ല അങ്ങനെയൊക്കെ ഇവിടുന്ന് പിന്നെ ലുഹറിന്റെ മുന്നേ ഇറങ്ങണോ? പ്രായമുള്ളവര് പറയുന്നല്ല, നമുക്ക് അറിയുള്ളൂ, നമുക്ക് അറിയില്ലല്ലോ. അല്ലാണ്ട് ഇവിടെ എന്തൊക്കെ ചടങ്ങ്? വേറെന്തേ പറഞ്ഞ ചടങ്ങ്? വേറെന്തേ ചടങ്ങ്? തേങ്ങ ഒലത്തിയാലാണോ പെണ്ണോന്ന് അറിയൂ. തേങ്ങ ഒലത്തിയതും നെയ്യപ്പും ആണല്ലോ ഇവിടെ. എന്തൊക്കെ ഞങ്ങള് കൊണ്ടുവന്നത് ഞാനൊന്നും കണ്ടിട്ടില്ല. തേങ്ങ ഒലത്തിയതും നെയ്യപ്പൂ, അലുവ, പിന്നെ നമ്മുടെ അയൽവാസിലൊക്കെ വക ഓല ഭാഗത്ത് കൊണ്ടുവന്നിക്കെന്ന് വെച്ചാൽ കുക്കറപ്പോ, പിന്നെ എന്റെ ദിലിനല്ലേ എന്റെ വീടിന്റെ തൊട്ട ബാക്കിലുള്ള, പിന്നെ ചട്ടിപ്പത്തിരി, ഓളമ്മ ചട്ടിപ്പത്തിരി കൊണ്ടുവന്ന്. പിന്നെ അയൽവാസികൾ ബാക്കി എല്ലാരും കൂടിയോ കുക്കറപ്പോ. പിന്നെന്താ, പിന്നെ കൊല ഉണ്ടായിനു, രണ്ട് കൊല ഉണ്ടായിനു. ആർക്കാ കൊല? ഞാൻ ഇങ്ങോട്ട് വരും, എനിക്ക് തിന്നാനല്ല നിങ്ങള് കൊണ്ടുവന്നത്. അല്ല ഞങ്ങൾ ആദ്യം വരണ്ടിയല്ലേ, അപ്പൊ അതിന്റെ കൂടെ കഴിച്ചത് ദൂരായനെ കൊണ്ട് വീടിന്റെ അടുത്തുള്ളവര് ആദ്യം വരാൻ വിചാരിച്ച ഞായറാഴ്ച. അപ്പൊ പള്ളാണാൻ വരണ്ടിയല്ലേ, അന്നേരം ഒന്നിച്ചങ്ങ് ആക്കിയാണല്ലോ അത്. ഓല് വരാൻ വിചാരിച്ചപ്പോ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാരും കൂടി ഒരുമിച്ച് വന്നോ. പിന്നെ ഓൽക്കും പാടല്ലെന്ന് വെച്ചാണെങ്കിൽ ട്രെയിനിൽ വന്ന് ഇവിടുന്ന് വന്ന് ബസ് കയറി ട്രെയിനിൽ പോയി അവിടെ വന്ന് ഇറങ്ങി, അവിടുന്ന് വേറെ ബസ് കയറി, പിന്നെ അവിടുന്ന് വീട്ടിലേക്ക് ഓട്ടോറിക്ഷ കയറിയൊക്കെ വരാൻ. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാരും കൂടി ഒരുമിച്ച് വന്നാൽ മതിയോ. അങ്ങനെയൊക്കെ പരിപാടി. അങ്ങനെ ഞാളിപ്പല് വന്ന് ഞാള് 3/4 മണിക്കൂർ 1 മണിക്കൂർ അതിന് ശേഷം ഞാൾ ഇവിടെ എത്തിയ. ഞാനും കാക്കൊക്കെ എന്റെ കാക്കാനോട് ഇൽഷാ കാരണം മെല്ലനെ പോവാൻ പറ. അങ്ങനെ മെല്ലനെ ഇങ്ങനെ വന്നതാ. പിന്നെ ഇവിടെ കേറുമ്പോ മധുരം തരണോന്ന് പറഞ്ഞ്, അപ്പൊ ഞങ്ങള് വരുമ്പോ ഐസ്ക്രീം വാങ്ങി. അങ്ങനൊക്കെ പരിപാടി സെറ്റായി അല്ലേ അമ്മ? അടിപൊളിയായി. നമ്മളാദ്യമായിട്ടല്ലേ വീഡിയോ മോനൂസേ? ഞാൻ മടിക്കതല്ലേ ദിൽഷാ എടുക്കുമ്പോ. അല്ല ഞാൻ വീഡിയോ എടുത്തിട്ട് ആദ്യമായിട്ടല്ലേ. ദിൽഷാ എടുക്കുമ്പോ ഞാൻ അങ്ങനെ അങ്ങ് ഒഴിവത്തില്ലല്ലോ, ദിൽഷാ തോന്നുന്നു എടുക്കാതല്ലേ. പിന്നെ ഞാൻ ഇവിടെ ആയതിനെ കൊണ്ട് എന്തായാലും അവിടെ വീഡിയോയിൽ നിൽക്കാനാവുകയില്ല. പിന്നെ ഫോണും ഉണ്ടല്ലോ, ഞാൻ ഇതുവരെ ഫോണില്ലാത്തതിനെ കൊണ്ടാണ് വീഡിയോ എടുക്കാൻ, ഫോണിൽ ക്ലിയർ ഇല്ലാത്തതിനെ കൊണ്ട്. ഇവിടുന്ന് വന്നവർക്കൊക്കെ ഇഷ്ടമായി. അതുള്ളവരെ എല്ലാരും അയൽവാസികളൊക്കെ നല്ല സ്നേഹം ഇതൊക്കെ ഉള്ളവരാണ്. എന്നോടും പറഞ്ഞു എന്റെ ഭാഗ്യാണ് ഇൽഷാക്കാരെ കിട്ടിയത്. പിന്നെ അങ്ങനെ ഓരോന്ന് വെച്ചാൽ എന്താ പറയാ, എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാരും ആഗ്രഹിച്ചിന് അവിടെ കാണണമെന്ന്. അങ്ങനെ എല്ലാവർക്കും വരാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഞാൻ പ്രസവിച്ച് നീച്ച് പോയിട്ട് ഇൻഷാ അല്ലാഹ്
ഒന്നും ഇല്ലാണ്ട് എല്ലാരും ദ്വാരക്ക് എനിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രസവിക്കാന് അല്ലേ അങ്ങനല്ലേ പറയാ. അതെല്ലാരും ഇതാക്കുവാണ്, പ്രാർത്ഥിക്കാറ് എല്ലാരും. പിന്നെ ആരൊക്കെ വരാണ്ട് നിനക്ക് വിളിച്ചിട്ട് അതിനെ കൊണ്ട് സീറ്റും വെറുതെ ആയി, വിളിക്കാനുള്ളവരെ വിളിക്കാനും ആയില്ല. അമ്മച്ചി ഇങ്ങനെ പറയുന്നത് വെച്ചാണെങ്കില് സീറ്റും വെറുതെ ആയി. എന്ന് വെച്ചാൽ 3 or 4 സീറ്റ് ഒഴിവുണ്ടായിരുന്നു. ഇവിടുന്ന് വേറെ അയൽവാസികൾ കുറെ ആൾക്കാർ പിന്നെ സീറ്റ് ഇല്ലാത്തതിനെ കൊണ്ട് 3-4 വണ്ടിയൊന്നും വരുത്ത് നടക്കൂലല്ലോ. കല്യാണം കഴിഞ്ഞ കുണ്ടുന്ന് പൊന്തുന്നല്ലേ ഉള്ളൂ. എല്ലാരും വിളിച്ച് വരണം. പക്ഷെ അമ്മച്ചിക്ക് വരാൻ സുഖം അമ്മച്ചി ഉണ്ടെങ്കിൽ. എന്നുവെച്ചാണെങ്കിൽ ഇവിടുന്ന് കോഴിക്കോടേക്ക് ബസ് കയറുക, കോഴിക്കോടുന്ന് ട്രെയിൻ കയറിയിട്ട് പട്ടാമ്പി വന്ന് ഇറങ്ങിയാണെങ്കിൽ അവിടുന്ന് വല്ലപ്പോഴേക്ക് താഴത്ത് തന്നെ ബസ് ഉണ്ടാവില്ലേ, അവിടുന്ന് പിന്നെ എൽഷാക്ക വരൂല അങ്ങോട്ട് താഴെ. കാറിലായിരുന്നു മതി, കാറിൽ ഇരിക്കാൻ മടിയാ. ഇന്നലത്തെ വണ്ടിയിൽ എനിക്ക് പ്രശ്നമില്ല. ഇന്നലെ ബസ് ട്രാവലർ അതിനെ കൊണ്ട്. പക്ഷെ എനിക്ക് കാറിൽ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് വിചാരിച്ചോട്ടെ തന്നെ. പക്ഷെ ഞാനിങ്ങനെ നല്ല വിചാരിച്ചു, ഞാൻ സാരിയൊക്കെ കൊടുക്കാൻ വിചാരിച്ചതാ. പിന്നെ സാരിയൊക്കെ ഇവിടം വരെ ഉമ്മച്ചിന്റെ കോലം കണ്ടില്ല. ആടുന്ന് ഇറങ്ങി ഞാനാണ് അവിടെ വന്ന് ഇറങ്ങിയത്. ഞാൻ അപ്പൊ തന്നെ വണ്ടിയിൽ നിന്ന് ഗോൾഡൊക്കെ അയച്ച്, അവിടുന്ന് കീഞ്ഞ അടുത്ത് തന്നെ ഗോൾഡൊക്കെ അയച്ച്, മഫ്തൊക്കെ അയച്ച്, എല്ലാം അയച്ച് സെറ്റാക്കി വെച്ച്, മുഖമൊക്കെ കഴുകി. പിന്നെ ഞാൻ ഇറങ്ങാൻ നോക്കി ഇവിടുന്ന് വല്ല ടൗണിന്നില്ലേ, ഇറങ്ങാൻ നോക്കിയപ്പോ അടുത്ത ബ്യൂട്ടി ഇവിടെ മറ്റേ ഫാൻസി ഉള്ളവർക്കൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങാൻ പാടില്ല, എവിടെ ഇറങ്ങാൻ പാടില്ല. ഇല്ല, നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞേക്കില്ല. മോളെ എവിടെ ഇറക്കരുതോളാ നിങ്ങള് വീട്ടിലേക്ക് വരുന്നവരെ. എന്നിട്ടാ ഞാൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് അബിക്കാക്ക് ജ്യൂസ് കാറിലേക്ക് കൊണ്ടു തന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയേക്ക് പെട്രോൾ പമ്പില് മൂത്രയിക്കാന്. പിന്നെ മൂത്രയിക്കാൻ വേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ട, ബക്കറ്റ് പാട്ടെടുത്തൊക്കെ അതൊന്നും കുഴപ്പമില്ലല്ലോ. പിന്നെ കാക്ക അവിടെ ഇവിടം വരെ ഓനെന്നെ ഓടിച്ചത്. എന്ന് വെച്ചാണെങ്കില് ഓടിച്ച വണ്ടി അങ്ങോട്ട് അബിയല്ലേ തീർത്ത് ഓടിച്ചത്. എല്ലാം പോലെ മുത്തന്നെ പോലെ മുത്ത് കൊറേ ഓടിച്ച് അബിക്കാക്ക് ഉറങ്ങീനും പോലെ ഞാനും ഉറങ്ങിയതായി. മുത്ത് ഇടക്കിടക്ക് ഞാൻ ചോദിക്കൂ എവിടെ എയിലൂടെയാ പോണ്ടേ. ഞാൻ ഈ വയ്യല്ല ആ വയ്യല്ല 2 വട്ടം ചോദിച്ചു. പിന്നെ ഓമയപ്പിട്ട് ഓൻ ഒറ്റക്ക്. ഞങ്ങളെല്ലാരും ഉറങ്ങി. പിന്നെ ഉറക്കൂക്കും ഞങ്ങളെത്ര മണിക്ക് ഉറങ്ങിയത്? ഞാന് 1 മണിക്ക് 1:30 അങ്ങനെ മെനിയാന്ന് ഉറങ്ങിയത് രാത്രി. അങ്ങനെയൊക്കെ പരിപാടി ഉഷാറായി കഴിഞ്ഞ്. പാവം ഉമ്മ ഒന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നു, നിന്റെ ആ സാധനം ഇവിടെ ഉണ്ട്, ഈ സാധനം ഇവിടെ ഉണ്ട്, കൊടുത്തൂടെ. ലക്ഷദ്വീപ് പോയപ്പോ എന്തോ ഒരു വെള്ളം ജിൽഷാക്കാരോ ഏതൊരു പള്ളിയിൽ നിന്ന് കൊടുത്തിരുന്നു, ഗർഭിണികൾ കുടിക്കേണ്ടതാണ് പറഞ്ഞു. അപ്പൊ അത് എടുക്കാൻ മറന്നു. അപ്പോ അതും ഷംസും വെള്ളവും പിന്നെ എന്റെ മാക്സിയോ ഒക്കെ എടുത്തേച്ചുമ്മ. ഓലെന്തായാലും വരും. ഓലിപ്പോ 2 ആഴ്ച അതിനാ വരുന്നുണ്ടാവും. അതിന്റെ മുന്നേ വരും ഇൽഷാക്ക വരുമ്പോ. ഓൽക്കും വരാൻ ഇടങ്ങാറാണ്. എന്ന് വെച്ചാൽ ഇൽഷാക്ക് ഇപ്പൊ വന്നാ എന്തായാലും 1-2 ദിവസം നിന്നിട്ടേ പോവല്ലേ ചെയ്യണി. എപ്പോഴും വരാനൊന്നാവൂലല്ലോ. ദൂരെ അതിനെ കൊണ്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും കാണാൻ പറ്റൂല. അല്ലാതെ അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വിളിക്കുമ്പോഴത്തേക്ക് വരാനോ കാണാനോ അല്ലേ. മോനൂസ് ഫുൾ ടൈം 24 മണിക്കൂർ ഫോണില അല്ലേ. മോനൂസ് അടുത്താണെങ്കിൽ സ്വീപ്പാകാൻ മോനൂസ് അങ്ങ് വരിക ബസ് കയറി വരുവോ? മോൻ വരുമൊന്നുമില്ല. മോനൂസിന്റെ കൂട്ടാൻ വരും ട്രെയിനിൽ കുറച്ചുകൂടി കഴിഞ്ഞാല്. ഞാൻ താനോ പറയാ താത്ത മുസ്താഖിനോ പറഞ്ഞാ മതി എന്നെ കൊണ്ടേ ആക്കി തരാന്. കുറച്ചുകൂടി വലുതായതാണ് ട്രെയിനിൽ കോഴിക്കോട് വരെ. സുഖല്ലേ? ഒരാള് വേണം വരാൻ പോവാണ്. ഒറ്റക്ക് ഇനി എന്തായാലും വരാനല്ലോ കുറച്ചുകൂടി കഴിഞ്ഞാല്. മോനൂസ് കൊണ്ടേ ആക്കി തരും. ഞാൻ കൂട്ടാൻ വരുമോ? ഈ എന്നിട്ട് ഇവിടുന്ന് കേറിയിട്ട് എവിടെ പോയി ഇറങ്ങുക? തമിഴ്നാട്ടിലോ പാലക്കാടോ കോഴിക്കോട് ഇറങ്ങുമോ? കൊയിലാണ്ടിന്ന് കയറിയിട്ട് ബസ് വന്നിട്ട് കാര്യം ആദ്യം വന്നാങ്ങല്ലേ ഞങ്ങള് കോഴിക്കോട് വന്നിട്ട്. ബാബുസിനപ്പുറം വന്നപ്പോ കോഴിക്കോട് നാളെ കയറിയ മറ്റേ ഞങ്ങൾ ഇവിടുന്ന് കൊയിലാണ്ടി കൊയിലാണ്ടി കയറിയ ഞാൻ മുത്തും വരും കൂടി വന്ന്. അതാവും പറയുന്നു കൊയിലാണ്ടിക്ക് ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ 9 കിലോമീറ്റർ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേ 18 കിലോമീറ്റർ ഉണ്ട്. കോഴിക്കോട് പോയിട്ട് അടുത്ത് അങ്ങോട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. കോഴിക്കോട് ഇറങ്ങിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ കോഴിക്കോട് ഇറങ്ങിയാല് കൊറേ നടക്കാൻ അല്ലെ ഓട്ടോറിക്ഷയിലൊക്കെ കയറണോ അല്ലെ. പക്ഷെ വരുമ്പോ വരുമ്പോ മുട്ടായിത്തരിന്റെ തൊട്ട് മുന്നിൽ നിന്ന് കയറിയാ മതി. പോകുമ്പോ അങ്ങോട്ട് പോകൂല ബസ്. അങ്ങനൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞില്ലേ. നിങ്ങൾ എപ്പോഴാ വരിക? അല്ല ഞാനിനി എപ്പോഴാ പോകണേ? ഞാൻ ചിലപ്പോ നാളെ പോവും. ഞാൻ ചിലപ്പോ 14-ാം തീയതിന്റെ ഉള്ളിൽ പോവും. അവിടെ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന കമന്റില് കൊറേ ഇത് കണ്ടിക്ക്.
ഇനി എവിടാ കാണിക്കുന്നത്, ഇനിയിപ്പോൾ മൗലാനയിൽ എങ്ങനെ കാണിക്കുക, പിന്നെ ഇവിടുന്ന് ലോങ് അല്ലേ മൗലാനയിലേക്ക് എന്നൊക്കെ കുറേ കമൻറ്റ് കണ്ടിക്ക്. ഇനിയിപ്പോൾ ഞാനതൊക്കെ വയ്യേ പറയുന്നുണ്ട്, എന്താ എവിടാ കാണിക്കുന്നത്, എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ഓക്കെ, ടാറ്റ, അടുത്ത വീഡിയോ കാണാം, ബൈ ബൈ.